വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴാണ് രണ്ട് മാങ്ങയുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് തീരുമാനമാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ അധികം മാങ്ങയൊന്നും കഴിച്ചിട്ടില്ല, കിട്ടാത്ത കാരണമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ടാപ്പിൽ വെള്ളം തീർന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും മാങ്ങയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കോമാങ്ങ എന്നാണ് കേട്ടോ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാമെന്ന് അറിഞ്ഞുകൂടെ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അതും ഈ മാങ്ങ പഴുത്ത് തുടങ്ങാറായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അങ്ങനെ അത് പീസ് പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്. എനിക്ക് പൊടിയുപ്പ് കഴിക്കുന്നതിനേക്കാളും കല്ലുപ്പാണ് കേട്ടോ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം ഭാരമായ നമ്മുടെ മിക്സിങ്ങിനൊടുവിൽ നമ്മുടെ ഇന്നത്തെ ഡിഷ് ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയായാലും ഞാൻ ഫസ്റ്റ് പീസ് കഴിച്ചു നോക്കുകയാണ്. സ്വർഗം എന്ന് പറയാലോ, അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു മാങ്ങ പഴുക്കാറായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ടേസ്റ്റ്. എനിക്കിതാണ് കേട്ടോ പച്ചമാങ്ങയേക്കാളും ഇഷ്ടം. കുറച്ച് പഴുക്കാറായിട്ടുള്ളത് എന്നാൽ പഴുക്കാത്തതെന്ന് പറയുന്ന വിധത്തിലുള്ളത്. അതും കല്ലുപ്പാണ്, എന്തുകൊണ്ടും ടേസ്റ്റ്. നിങ്ങൾ കല്ലുപ്പ് ഇട്ട് കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. വയറ് പണിയാവില്ല എന്ന്. മാങ്ങയല്ലാണ്ട് ഇതുപോലെ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാറ് ഒന്ന് പറയണം കേട്ടോ. ഇതുപോലെ എനിക്ക് വേറെ ഇഷ്ടമുള്ളതാണ് ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ കഴിഞ്ഞ് ബാക്കി ഞാൻ തണുപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.